ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല അസ്സലും മഴ പെയ്യുന്നുണ്ട്. കുറച്ച് ദിവസമായി ഇപ്പം എല്ലായിടത്തും മഴയൊക്കെയാണ്. അപ്പം ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടാവും. ചിലർക്ക് കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ, ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ പല 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 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ഞായറാഴ്ചകളും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും പോയില്ല. പിന്നെ അധികം വേറെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് പറമ്പിൽ പോയിട്ട് വന്നപ്പം കുറേ മാമ്പഴം കൊണ്ടുവന്നു. ഇപ്പം മാമ്പഴ സീസണും കൂടിയാണല്ലോ. അപ്പോൾ ഇത്രയധികം മാമ്പഴം നമ്മൾ കിട്ടുമ്പം സാധാരണഗതിയിൽ നമ്മളത് പൾപ്പാക്കി സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മാമ്പഴം കിട്ടാത്ത സീസണിലും നമുക്ക് മാമ്പഴം ഉപയോഗിക്കാൻ പറ്റും. മാമ്പഴത്തിൻ്റെ ജ്യൂസ് ആയിട്ട് കുടിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് വെറുതെ വേസ്റ്റായി പോകില്ല, ഇല്ലെങ്കിൽ പറമ്പിൽ വെറുതെ ഇങ്ങനെ വീണ് കിടന്ന് നാശമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇതിനാണ് മെനക്കെട്ടത്. ഇതൊരു 10-40 മാങ്ങ ഉണ്ടായിരുന്നു, മാമ്പഴം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള മാമ്പഴമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാമ്പഴം പൾപ്പാക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണോ മുന്നത്തെ വർഷമാണോ എന്നറിയില്ല. എന്തായാലും പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. തനി നാടൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ എങ്ങനെ മാമ്പഴം പൾപ്പാക്കി സൂക്ഷിക്കാം എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ മാമ്പഴം മാത്രമല്ല കേട്ടോ, നമ്മൾ എങ്ങനെ ചക്ക സൂക്ഷിക്കാം, എങ്ങനെ കാന്താരി മുളക് സൂക്ഷിക്കാം, അങ്ങനെ പല നാടൻ വിഭവങ്ങളുടെയും ഒരു കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ കയറി പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് ലൈക്കായിട്ടൊക്കെ തരിക. പിന്നെ അതുപോലെ ഈ ചാനലിൽ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ചാനലാണ്. അതിൽ കുക്കിംഗ് ഉണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, ഗാർഡനിങ് ഉണ്ട്, പിന്നെ സോങ്സ് ഉണ്ട്. അങ്ങനെ പല പല പ്ലേലിസ്റ്റുകളാണ്. അപ്പോൾ എന്തായാലും സമയമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എന്താണ്, നമ്മൾ ഈ മാങ്ങ പൾപ്പൊക്കെ ആക്കി സൂക്ഷിക്കണ അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ദിവസം തന്നെ നമ്മുടെ കയ്യിൽ ടൈം കുറച്ച് വേണം കേട്ടോ. എന്തായാലും ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഒരു 1-2 മണിക്കൂർ ഉറപ്പായിട്ടും വേണ്ടി വരും. കാരണം ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറാനേ പാടില്ല. കൈയൊക്കെ ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിലാണ് അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ സൺഡേ ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെന്താ, മഴയൊക്കെ ആയതുകൊണ്ട് ചെടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അധികം പാടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.